മനുവിന് വേണ്ടിയാണ് ഈ സിനിമ പുറത്തിറക്കുന്നത്. തീർച്ചയായിട്ടും മനുവിന് വേണ്ടി മാത്രമാണ് ഈ സിനിമയൊക്കെ പുറത്തിറക്കുന്നത്. ഈ 5 വർഷത്തുള്ള ഒരു യാത്ര വലിയ കഠിനമായിരുന്നില്ലേ? നല്ല കഠിനമായിരുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട്. 23-ലാണ് മനു മരിക്കുന്നത് അല്ലേ? 2023 ഫെബ്രുവരി 25-നാണ് മനു മരിക്കുന്നത്. രണ്ടുപേരുടെയും ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവാം, അഹാനയുടെ ആണെങ്കിലും മനുവിന്റെ ആണെങ്കിലും. ബട്ട് എനിക്ക് മരിച്ചുപോയാളുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. അവിടെയുള്ള മേഡത്തിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നു. അതെ, ഹസ്ബൻഡ് കഷ്ടപ്പെട്ടു, ഹസ്ബൻഡിന്റെ ആഗ്രഹം സിനിമയാണ്, ആ സിനിമ പുറത്ത് കാണിക്കണം. സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ പറഞ്ഞു. ഓൾമോസ്റ്റ് അത് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. ചിലപ്പോൾ അഹാനയ്ക്ക് മേ ബി ഇതൊരു മൂവി മാത്രമായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട്, പിന്നെ അതിനുവേണ്ടി ഇപ്പം ഇത്രയും കാലവും എൻ്റെ കൂടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ടും ഇത് ജസ്റ്റ് ഒരു മൂവി മാത്രമല്ല. കാരണം അത് മനു ജീവൻ കൊടുത്ത ഒരു സംഭവമാണ്. ലൈക്ക് ഞങ്ങൾ ലൈഫിൽ 2018-ലായിരുന്നു ഞങ്ങളുടെ കല്യാണം. ആ 5 വർഷത്തെ ജീവിതത്തിൽ മനു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്ക് സിനിമ 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 എന്ന് മാത്രമാണ്. ഇത്രയും വേദനകൾ മനസ്സിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെ പ്രസന്റ് ആയിട്ടിരിക്കാൻ തോന്നുന്നത്? എങ്ങനെ കഴിയുന്നു മേഡത്തിന്? അതെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെയാണ് ഞാൻ ഓക്കെ ആയി വന്നത്. അപ്പോഴും എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്നത് ഈ സംഭവം മാത്രമായിരുന്നു. ഇതെങ്ങനെ, കാരണം എനിക്കൊന്നും അറിയത്തില്ല. ഒരു ബിഗ് സീറോ ആയിരുന്നു ഞാൻ. ലൈക്ക് ഞാൻ തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്, വേറെ ആരും ഞാൻ പറയത്തില്ല. കാരണം എൻ്റെ ആവശ്യമാണിത്, എൻ്റെ ഗോളാണിത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. നമസ്കാരം. കഴിഞ്ഞ ഒരു ദിവസം വാർത്താസമ്മേളനം. ആ വാർത്താസമ്മേളനം നടത്തുമ്പോൾ ഒരു വേദന ഒരാൾ പങ്കുവച്ചു, ഒരു പ്രൊഡ്യൂസർ. ആ പ്രൊഡ്യൂസറിൻ്റെ വേദന കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന് തോന്നി. അങ്ങനെയാണ് പ്രൊഡ്യൂസർ ഇവിടെ എത്തിയിരിക്കുന്നത്. നാൻസി റാണി എന്ന സിനിമയുടെ പ്രൊഡ്യൂസർ നയന. ഞാനന്ന് പ്രസ് മീറ്റ് എത്തിയിരുന്നില്ല, നമ്മുടെ ടീമുണ്ടായിരുന്നു. പ്രസ് മീറ്റ് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഒന്ന് ഇരിക്കണം, കുറച്ച് സംസാരിക്കണം എന്ന് തോന്നി. ഒരു അഭിമുഖമായിട്ടൊന്നും കൂട്ടണ്ട, ഒന്ന് സംസാരിക്കണം എന്ന് എനിക്ക് തോന്നി. 2020 തുടങ്ങിയ ഒരു പ്രൊജക്റ്റ് 5 വർഷം കഴിഞ്ഞിട്ട് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരികയാണല്ലേ? അതെ, ഭർത്താവിൻ്റെ ഒരു സ്വപ്നം അല്ലേ? മനു ഒത്തിരി സ്വപ്നം കണ്ട് ഡയറക്ഷനിലേക്ക് വന്നൊരു സിനിമ. സ്ക്രിപ്റ്റും മനുവിൻ്റെ തന്നെ. മനുവിന് വേണ്ടിയാണ് ഈ സിനിമ പുറത്തിറക്കുന്നത്. തീർച്ചയായിട്ടും മനുവിന് വേണ്ടി മാത്രമാണ് ഈ സിനിമയൊക്കെ പുറത്തിറക്കുന്നത്. ഈ 5 വർഷത്തുള്ള ഒരു യാത്ര വലിയ കഠിനമായിരുന്നില്ലേ? നല്ല കഠിനമായിരുന്നു, പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട്. 23-ലാണ് മനു മരിക്കുന്നത് അല്ലേ? 2023 ഫെബ്രുവരി 25-നാണ് മനു മരിക്കുന്നത്. ആ സമയത്ത് ഷൂട്ട് തീർന്നിരുന്നു? ഷൂട്ട് തീർന്നിരുന്നു, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നമ്മൾ തുടങ്ങിയിരുന്നു. അപ്പോൾ സമയത്ത് അതിൻ്റെ ഇടയിലാണ് മനു മരിക്കുന്നത്. ഇപ്പോൾ പറയുന്നു 2 വർഷമായിട്ടുള്ള ഒരു വലിയ കഠിനമായ ജീവിതമാണെന്ന് പറഞ്ഞു. ആ ജീവിതത്തിലേക്ക് ഒന്ന് ബൈക്കിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ അതെന്തായിരുന്നു സംഭവിച്ചത്? 2 വർഷം. മനു മരിക്കുന്നു 2023 ഫെബ്രുവരി 25-ന്. മൂവിയുടെ ഷൂട്ട് കംപ്ലീറ്റായി, പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് തുടങ്ങി വെച്ചിരിക്കുന്നു. മനുവിൻ്റെ ഇത്രയും കാലത്തെ സ്വപ്നവും ഇതുമെല്ലാം. ഞാൻ ആക്ച്വലി 2020 എൻഡ് ആയപ്പോഴത്തേക്കുമാണ് ഞാൻ ആ മൂവിക്ക് ഫണ്ട് ചെയ്യാനും ഇതൊക്കെ തുടങ്ങിയത്. അത് മാത്രമേ എനിക്കാകെ ആക്ച്വലി ബന്ധമുള്ളൂ. ബട്ട് ഞാനൊരു ആക്റ്റീവോ അല്ലെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് വേറെ ഒന്നും അറിയുന്നതല്ല. സോ അത് കഴിഞ്ഞ് ഈ അൺഎക്സ്പെക്റ്റഡായിട്ട് മനു മരിക്കുമ്പോഴത്തേക്കും എനിക്കതിൻ്റെ ഒന്നും അറിയുന്നില്ല. പക്ഷെ മനുവിൻ്റെ ആഗ്രഹം മാത്രം അവിടെ ബാക്കി നിൽക്കുന്നുണ്ട്, ഈ സിനിമ പുറത്തിറങ്ങുക എന്നുള്ളത്. അപ്പം അതിനു വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടായ ഒരു കാര്യം തന്നെയാണ്. ഒന്നും അറിയത്തില്ല. ഞാൻ ടോട്ടലി ഫിലിമിനെ കുറിച്ച് എനിക്ക് ബേസിക്കലി ഒന്നും അറിയില്ല. ഞാൻ സിനിമ കാണുന്ന ഒരു വ്യക്തി എന്ന് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ബാക്കിൽ നടക്കുന്ന എന്താണെന്ന് ഒന്നും എനിക്ക് അറിയുന്നതല്ല. ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് എന്നോ അല്ലെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് പോലും അറിയില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷേ അപ്പം ബാക്കി ഇവിടെ ഞാൻ മാത്രമല്ല, വേറെ 2 പ്രൊഡ്യൂസേഴ്സും കൂടിയുണ്ട്, റോയ് സെബാസ്റ്റ്യനും ജോൺ W വർഗീസും. പക്ഷെ അവർ US
അപ്പോൾ അവരാണെങ്കിലും കംപ്ലീറ്റ്ലി എന്നെ ട്രസ്റ്റ് ചെയ്ത് തന്നെയാണ് നിൽക്കുന്നത്. ഞാനിതിലൊരു ഫണ്ടറായി നിൽക്കുന്നത് കൊണ്ട് ഞാൻ നിന്ന് ചെയ്തോ എന്നുള്ള ഇതിൽ. കാരണം മനുവിന് വേണ്ടിയിട്ട് എങ്ങനെ വന്നാലും ഇത് പുറത്തിറക്കണം എന്നൊരു നിർബന്ധം അവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അവരും പറഞ്ഞു, ഓരോരുത്തരും ആ ടെക്നിക്കൽ ക്രൂവും എല്ലാവരും, പ്രത്യേകിച്ച് മനുവിന് ചീഫ് അസോസിയേറ്റ്സ് ഉണ്ടായിരുന്നു, ആ അസോസിയേറ്റ് പിള്ളേരും എല്ലാവരും നിന്നിട്ടാണ് ഇത് ഇപ്പോൾ ഈ ഒരു ലെവൽ വരെ എത്തിച്ച് ഒന്ന് പുറത്തിറക്കാനായിട്ട് നിൽക്കുന്നത്. ഏപ്രിൽ 18 നമ്മളിപ്പോൾ റിലീസ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇറങ്ങാൻ ഇരിക്കുമ്പോഴാണ് വേറെ പ്രശ്നങ്ങളിലേക്ക് പോകുന്നത് അല്ലേ? അതെ. എനിക്കൊന്നു ആ പ്രസ് മീറ്റിൽ കുറേ പേര് വന്നിരുന്നു, കുറേ പേര് വന്നില്ല. വരാത്ത റീസൺ ഉണ്ട്. അർജുനൊക്കെ ഒരു റീസൺ പറഞ്ഞിരുന്നു. പക്ഷെ അഹാനയെ പല പ്രാവശ്യം ബന്ധപ്പെട്ടിരുന്നു, ഫോൺ പോലും എടുക്കുന്നില്ല, ആരുമായിട്ട് കൂട്ടാക്കുന്നില്ല. PR വിളിച്ചു എന്ന് ഞാൻ അറിഞ്ഞു, PR റെസ്പോൺസ് ചെയ്യുന്നില്ല, PR മെസ്സേജ് അയക്കുന്നു, അതെല്ലാം ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അഹാന എന്നൊരു നടിയെ സംബന്ധിച്ചോളം ഇങ്ങനെ ചെയ്തപ്പോൾ, താങ്കളൊരു ലേഡിയാണ് അല്ലേ, ഒരു ലേഡി ആക്ടറാണ് പറയുന്നത്, നമ്മുടെ ഫോൺ പോലും അറ്റൻഡ് ചെയ്യുന്നില്ല. ആ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതുകൊണ്ട് മാത്രം തീരുകയാണ് വിഷയങ്ങൾ. അത് ഞാൻ ആക്ച്വലി അവിടെ ഒന്ന് പറയണം എന്ന് വിചാരിച്ച് പറഞ്ഞതല്ല. അവർ ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ കിടന്ന ഒരു വിഷമത്തിൻ്റെ ഇതിൽ അന്നേരം അത് പുറത്ത് വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ബ്ലെയിം ചെയ്യാനോ ഒരു ഇഷ്യൂ ഉണ്ടാക്കാനോ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കാനോ അങ്ങനെ ഒന്നും ഒരു തോട്ടിലോ ഒന്നും അല്ല ഞാനത് ചെയ്തത്. പിന്നെ അതിപ്പോൾ ഇത്രയും ഇവിടെ കിടന്നൊരു എന്താ പറയുക, എല്ലാവരും അതിനെക്കുറിച്ച് ചോദിക്കുന്നു, അറിയുന്നു. സിനിമാ മേഖലയിൽ വിഷയങ്ങൾ നടക്കുന്ന സമയമാണ്. അതെ, അതെല്ലാം കൂടിയും ആ സമയത്ത് കണക്റ്റായി വരുന്നു. പക്ഷെ അത് വേണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല, സഹകരിച്ചില്ല. നമ്മൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തതാണ്. ബാക്കി ആക്ടേഴ്സ് എല്ലാം ശരിയാണ്. അർജുൻ അശോകൻ സുമതി വളവ് എന്ന് പറയുന്ന മൂവിയുടെ ഷൂട്ടിനായിരുന്നു, അതേപോലെ അനീഷ് ജി മേനോൻ ഷൂട്ടിലായിരുന്നു. ഇവരെല്ലാം നമ്മൾ ഇൻഫോം ചെയ്തിരുന്നു, ഞങ്ങൾക്ക് എത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഒന്നും പറയുന്നുമില്ല, ഒരു റിയാക്ഷനും ഇല്ലായിരുന്നു, നമ്മൾക്കൊരു റിപ്ലൈ ഇല്ലായിരുന്നു. PRO ആണെങ്കിലും എല്ലാം കോണ്ടാക്ട് ചെയ്തതാണ്. അപ്പം നമ്മൾക്ക് ഒരു പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നില്ലായിരുന്നു. അതൊരു ബുദ്ധിമുട്ടായിരുന്നു ശരിക്കും. പക്ഷേ ഇതിന് ശേഷം ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം അഹാന പങ്കെടുക്കാത്തത്, ഇപ്പം നമ്മൾ പല പ്രാവശ്യം ചോദിച്ചിട്ടും റെസ്പോൺസ് ചെയ്യാതെ, എന്തെങ്കിലും ബാധ്യതയുണ്ടോ അഹാനയുമായിട്ട്? എന്തെങ്കിലും ബാധ്യത, നമ്മൾ പൈസ കൊടുക്കാനുള്ള ബാധ്യത, അങ്ങനെ എന്തെങ്കിലും മേഡത്തിൻ്റെ അറിവിലുണ്ടോ? എൻ്റെ അറിവിലില്ല. നമ്മളെല്ലാം സെറ്റിൽ ചെയ്തേക്കുന്നതാണ്. പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂസ് ഒന്നുമില്ല. പേയ്മെൻ്റ് എല്ലാം സെറ്റിൽഡ് തന്നെയാണ്. ഡബ് ചെയ്തത് അഹാനയല്ല. നമ്മൾ അഹാനയെ ആ സമയത്ത് മനു കോണ്ടാക്ട് ചെയ്തിരുന്നു. ഡബ് ചെയ്യാൻ വേണ്ടി ഡബ് മനസ്സിലായില്ല. ഡബ് ചെയ്യാനും കോണ്ടാക്ട് ചെയ്തിരുന്നു. ആ ഡബ് ചെയ്യാൻ കോണ്ടാക്ട് ചെയ്തു. മനു ഉള്ളപ്പോഴായിരുന്നു അത്. അന്നേരം എന്താണെന്ന് എനിക്കറിയില്ല. അന്നേരം ഡബിങ്ങിന് സഹകരിച്ചില്ലായിരുന്നു. പിന്നെ ഡബിങ്ങിന് വരുന്ന മുമ്പ് പൈസ മൊത്തം കൊടുത്തിരുന്നു. നമ്മൾ അതിന് മുമ്പേ എല്ലാം സെറ്റിൽ ചെയ്തതായിരുന്നു. നമ്മുടെ പ്രൊഡ്യൂസർമാർക്ക് മൊത്തം പറ്റുന്നത് ഡബിങ്ങിന്. അതാണ് നിർമ്മാതാക്കളുടെ സംഘടന പൈസ പിടിച്ചു വെക്കണമെന്ന് പറഞ്ഞാൽ അതാണ്. എത്ര വലിയ താരങ്ങളാണ് ഡബിങ്ങിന് വരുമ്പോൾ പൈസ പിടിച്ചു വെച്ച് ഡബിങ്, അതാണ് സെൻസർ ആയിട്ട് കൊടുത്താൽ മതി എന്നവർ ആവശ്യപ്പെടുന്നത്. ഇങ്ങനെ കുറെ താരങ്ങളുള്ളതുകൊണ്ട് മനു പൈസ മൊത്തം കൊടുത്തിരുന്നു, ഡബ് ചെയ്യാനും വന്നില്ല. ഡബ് ചെയ്യാൻ വന്നില്ലായിരുന്നു. അതിനെന്തെങ്കിലും റീസൺ മനു പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്? ഉണ്ട്. അപ്പോൾ ഡബ് ചെയ്യാതെ വരാതിരുന്നപ്പോൾ മനുവിന് ആക്ച്വലി ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും മനു നോക്കിയപ്പോൾ നമ്മുടെ മൂവിയുടെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ നാൻസി റാണി എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ ഒരു ഏജ് വരുന്നത് കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്നുള്ള ഇതാണ്, 20 to 23. അപ്പോൾ പിന്നെ ബെറ്ററായിട്ട് അഹാന ഭയങ്കര മെച്ചുവേർഡ് വോയിസുമാണ്. അപ്പോൾ ഒന്ന് വരുന്നില്ല, രണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ ആളെ നോക്കാമെന്നും പറഞ്ഞിട്ട് വേറെ കുറച്ചും കൂടി നല്ല ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു വോയിസ്, അത്രയും മെച്ചുവേർഡ് അല്ലാത്ത ആ ഒരു ഏജിന് പറ്റുന്ന വോയിസ് ഒക്കെ നോക്കിയിട്ട് നമ്മൾ വേറെ ആളെ വെച്ചിട്ടാണ് ഡബ് ചെയ്തത്. ഡബ് ചെയ്തത് അഹാനെ അറിയിക്കോ, അഹാനയുടെ പേരൻസിനെ മാനേജറിനെ അറിയിച്ചിരുന്നു? അത് അഹാനയ്ക്ക് അറിയാം. കാരണം അത് എങ്ങനെയൊക്കെ മനു ഇൻഫോം ചെയ്തതാണെന്ന് തോന്നുന്നു. അഹാനയ്ക്ക് അറിയാം എന്തായാലും ഡബ് ചെയ്തത് വേറെ ആളാണ്, നമ്മൾ ചെയ്യുവാണെന്നുള്ളതെല്ലാം അഹാനയ്ക്ക് അറിയാവുന്നതാണ്. ആ സമയത്ത് എന്തോ റെസ്പോൺസ് മനുവിന് ഉണ്ടായിരുന്നു. ബട്ട് എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയുന്നതല്ല. മനുവിന് എന്തോ അയച്ച് സെൻഡ് ചെയ്യുക എന്തോ ചെയ്തിരുന്നു തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയുന്നതല്ല എന്താണെന്ന്. മനു അഹാനയും തമ്മിൽ ആ കോൺവെർസേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്ത്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്ഷൻ മാനേജറുണ്ട്, പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ഉണ്ട്, ഇതെല്ലാം സിനിമാ ലൊക്കേഷൻ ഉണ്ടായിരുന്ന ആളുകളാണല്ലോ. ഇവരുമായിട്ട് മേഡം ഏറ്റെടുത്തതിന് ശേഷം കോണ്ടാക്ട് ചെയ്ത് എന്തൊക്കെയാണ് ഈ സിനിമയിൽ സംഭവിച്ചിരിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിരുന്നു? ഇത് മെയിൻലി മനു തന്നെയായിരുന്നു മെയിൻലി പ്രൊഡക്ഷനും ഇതുമെല്ലാം നോക്കിയിരുന്നത്. മനുവിൻ്റെ ബാക്കി മനുവിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫ്രണ്ട്സും, കാരണം ഇവരൊക്കെ തന്നെയായിരുന്നു ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ പ്രൊഡക്ഷൻ കൺട്രോളറും നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഇന്ന ആൾക്കാർ ഇങ്ങനെയൊക്കെ കോണ്ടാക്ട് ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ട്. ലൈക്ക് എനിക്കൊരു ഹെൽപ്പ് വേണം എന്നുള്ള ഇത് വന്നപ്പോൾ ഞാൻ ചോദിച്ചിരുന്നതായിരുന്നു, അവർ ചെയ്തിട്ടുണ്ടായിരുന്നതായിരുന്നു അത്. ഇപ്പോൾ ഈ വിഷയങ്ങൾ വന്നതിന് ശേഷം മേഡത്തിനെ ആരെങ്കിലും വിളിച്ചെന്തെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? അഹാന വരാത്ത കാരണം എന്താണ്, അങ്ങനെ എന്തെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ അസോസിയേഷൻ ഭാഗത്തു നിന്ന്? ഇല്ല, ആരും ചോദിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്കതൊരു ഇഷ്യൂ ആക്കണമെന്നോ ആരെയും ബ്ലെയിം ചെയ്യണമെന്നോ അങ്ങനെയൊന്നുമില്ല. ഞാൻ ജസ്റ്റ് അത് അന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ.
ആരും അതൊരു പരാതിയായിട്ട് കൊടുത്തിട്ടുമില്ല ഇതുവരെ. പരാതിയായിട്ട് ഞാൻ കൊടുത്തിട്ടുമില്ല. പക്ഷെ പരാതി പെടേണ്ടത് പരാതി. പക്ഷെ അഹാനെ സംബന്ധിച്ച് എനിക്ക് അഹാനെ അറിയാം പേഴ്സണലി. ഞാൻ നേരിട്ട് ഇന്റർവ്യൂ എടുത്തിട്ടുള്ളൂ. എനിക്ക് പേഴ്സണൽ അത്രയും ബന്ധമില്ല. അഹാന വരാറുമുണ്ട്. വന്ന പ്രൊമോഷൻ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. മേഡത്തിനും കൃത്യമായിട്ട് അറിയാവുന്ന കാര്യങ്ങളോ മേഡം പറയുന്നത്. ഇതിന് മുമ്പ് എന്താണ് നടന്നത് മേഡത്തിനും അറിയത്തില്ല. അങ്ങനെയാണെങ്കിൽ അഹാന ഇതിന് പ്രതികരിക്കണമായിരുന്നു. അപ്പോൾ അഹാനയിൽ തെറ്റുള്ളതുകൊണ്ടായിരിക്കും അഹാന പ്രതികരിക്കാതെ ഇന്ന് പൃഥ്വിരാജിന്റെ കൂടെ ഉള്ള പോസ്റ്റ് മാത്രമേ ഷെയർ ചെയ്തേക്കണം. അഹാന ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജിനോടൊപ്പം നിൽക്കുന്ന എയർപോർട്ടിൽ വെച്ചാന്ന് പറഞ്ഞു. ഒത്തിരി കമന്റുകളും വരുന്നുണ്ട്. അതാണ് ഇതിന് മറുപടിയായിട്ട് അഹാന പോസ്റ്റ് ചെയ്തതായിട്ട് എനിക്ക് തോന്നിയത്. എനിക്ക് പേഴ്സണലി തോന്നിയ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയത് അതിന്റെ പ്രതികാര ബുദ്ധിയിൽ ഒരു പോസ്റ്റ് ചെയ്തേക്കുന്നത് പൃഥ്വിരാജിന്റെ കൂടെ നിൽക്കുന്നതാണ്. എനിക്കത് പ്രതികാര ബുദ്ധിയാണോ എന്താണോ, ഇവൻ അഹാനെ ബ്ലെയിം ചെയ്യാനായിട്ട് പോലും എനിക്ക് അഹാനയുടെ ഭാഗത്ത് തെറ്റ് മേ ബി ഉണ്ടാവും. രണ്ടുപേരുടെയും ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവാം, അഹാനയുടെ ആണെങ്കിലും മനുവിന്റെ ആണെങ്കിലും. ബട്ട് എനിക്ക് മരിച്ചുപോയ ആളുടെ അടുത്ത് ചോദിക്കാൻ പറ്റും. അവിടെയാണല്ലോ മേഡത്തിന് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അതെ, ഹസ്ബൻഡ് നഷ്ടപ്പെട്ടു. ഹസ്ബൻഡിന്റെ ആഗ്രഹം സിനിമയാണ്. ആ സിനിമ പുറത്ത് കാണിക്കണം, അതിനെല്ലാവരും കൂടെ നിൽക്കണം. ആ ഒരു ആഗ്രഹത്തിലാണ് മേഡം പുറത്ത് ഇത്രയും പ്രശ്നങ്ങൾ നിന്നിട്ടും ഇങ്ങനെ എന്തൊക്കെ ടെൻഷൻ ഉണ്ടായിട്ട് മാറ്റിവെച്ച് ഈ സിനിമയ്ക്ക് പിന്നിൽ നിൽക്കുന്നത്. തീർച്ചയായിട്ടും ടെൻഷൻ ചെറുതൊന്നുമല്ല. കാരണം എനിക്ക് വന്നേക്കുന്നത് ഒരു ബിസിനസ്സിന്റെ ഇതിന്റെ മാത്രമോ അല്ലെങ്കിൽ സിനിമയുടെ ഇതിനെ മാത്രം റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസ് അല്ല, എൻ്റെ ലൈഫ് തന്നെയാണ് അവിടെ. അപ്പോൾ ആ ടെൻഷനും ആ സങ്കടവും അവിടെ കിടന്നിട്ടാണ് ഞാൻ അതിനൊപ്പം തന്നെ അത് ബാലൻസ് ചെയ്ത് ഇല്ല മനുവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ ടെൻഷൻ ഹൈ ലെവല് തന്നെയാണ്. പേര് ഗംഭീരമാണ് ഝാൻസി റാണി. ഇതിലിപ്പോൾ ഝാൻസി റാണി ആരാണെന്നുള്ളതാണ് ഇപ്പോൾ ചോദ്യം ഇവിടെ. ആ പേര് ആർക്ക് യോജിക്കുമെന്നൊരു ചോദ്യമുണ്ട് ഇപ്പോൾ. എൻ്റെ ഇതിൽ ഞാൻ ഒരു പ്രേക്ഷകൻ നൽകി അത് മനുവിൻ്റെ വൈഫിന് ചേർന്ന പേരാണ്, വേറെ ആർക്കും അല്ല. അത്രയും കഷ്ടപ്പെട്ട് വരുന്നു. അങ്ങനെ ഞാൻ പറയത്തില്ല. ഞാൻ പ്രേക്ഷകൻ എന്ന നിലയിൽ പറഞ്ഞാൽ അത് സിനിമയുടെ ഒരു ക്യാരക്ടറും യോജിക്കുന്നില്ല. ആ പേര് യോജിക്കത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിൽ ആ പേര് യോജിക്കില്ല. അത് ശരിക്കും മേഡത്തിനുള്ളതാണ്. ഞാനതൊരു അംഗീകാരമായിട്ട് എടുക്കുന്നു. കാരണം ആ മൂവിയും ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ്. അപ്പം എന്നെ അറ്റ്ലീസ്റ്റ് അലിക്കാണെങ്കിലും എല്ലാം ഒരു ഇൻസ്പിറേഷനായിട്ട് കണ്ടുവെങ്കിൽ സന്തോഷം, വളരെ സന്തോഷം. തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ഇതാ പറയുന്നത്. ഇവിടെ വേറെ കുറേ ആർട്ടിസ്റ്റുകളും അജു ഒക്കെ ഒന്നും ഉണ്ടായിരുന്നു. അജു ഒക്കെ ഇത് പറഞ്ഞപ്പോൾ അജു സംസാരിക്കരുത്. അജു പെട്ടെന്ന് മനസ്സിലാകാത്തിലേക്ക് അപ്പം തന്നെ മേഡം വാങ്ങിയാണ് അതിൻ്റെ റിപ്ലൈ കൊടുത്തത്. പക്ഷേ എല്ലാവരും ഇത് നോക്കുന്നു. ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്തിട്ടില്ല. ഒന്നും ഷെയർ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ഒന്നും ഷെയർ ചെയ്തിട്ടില്ലോ. ഇല്ല, ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രയും നാള് ഷൂട്ടിംഗ് സമയത്ത് മേഡം എന്തെങ്കിലും ലൊക്കേഷൻ പോയിട്ടുണ്ടോ? മനുവുള്ള സമയത്ത് ഞാൻ ഒരു സ്കെഡ്യൂളിൽ പോയിട്ടുണ്ടായിരുന്നു. ആ സ്കെഡ്യൂൾ ഒരു 2 days ഷൂട്ടിംഗ് കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അന്ന് അഹാന ഉണ്ടായിരുന്നതായിരുന്നു. അത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ഭംഗിയായിട്ട് തീർന്ന ഒരു ഷൂട്ടായിരുന്നു, ഒരു സ്കെഡ്യൂളായിരുന്നു. എനിക്ക് തോന്നുന്നു സെക്കൻഡ് ലാസ്റ്റ് സ്കെഡ്യൂൾ അങ്ങനെ ചെയ്തായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെയും ഒരു സ്കെഡ്യൂളിൽ ഞാൻ പോയിരുന്നു, ലാസ്റ്റ് സ്കെഡ്യൂൾ. അത് മാമൂക്കോയൊക്കെ ഉള്ള ഒരു ലൈക്ക് ഒരു സ്കെഡ്യൂളായിരുന്നു. അത് ജസ്റ്റ് വന്നു, അത് മാത്രമേ ഉള്ളൂ. അത് മാത്രമാണ് ആക്ച്വലി ഇത്രയും കാലത്തിൻ്റെ ഇടയിൽ ഞാൻ ഷൂട്ടിന് പോയേക്കുന്ന 2 ദിവസം. ഈ 2 പ്രാവശ്യം പോയിട്ടുള്ളൂ. പിന്നെ അഹാനേനെ അല്ലാതെ ഞാൻ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അഹാനയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരിക്കൽ നടന്നിരുന്നു നമ്മുടെ ഷൂട്ടിൻ്റെ ലൊക്കേഷനിൽ വെച്ച്. അപ്പോൾ കണ്ടിരുന്നു. അതൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ ആക്ച്വലി നേരിട്ട് കണ്ടിട്ടുള്ള മിങ്കിൾ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ. ഈ അഹാനെ വിളിക്കുമ്പോൾ അഹാനയുടെ ഫോണാണോ നേരിട്ട് അല്ലെങ്കിൽ മാനേജർ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടോ? അഹാനെ വിളിക്കുമ്പോൾ അഹാനയുടെ ഫോണിലേക്ക് തന്നെയാണ് പോകുന്നത്. പിന്നെ അഹാനയുടെ അമ്മേനെയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞു, ഈ പ്രൊമോഷൻ്റെ കാര്യം അമ്മയെ അറിയിച്ചിരുന്നു എന്ന് പറയുന്നു. പ്രൊമോഷന്റെ കാര്യം ഞാൻ അമ്മേനെ അല്ല അഹാനെ തന്നെയാണ് അറിയിച്ചിട്ടുണ്ടായിരുന്നത്. സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ചെയ്തിരുന്നു. അതിപ്പോഴല്ല, 1 year ബാക്കാണ്. കാരണം 2023 September 7th നമുക്ക് മമ്മൂക്ക സോങ് റിലീസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തിട്ട് അതിൻ്റെ കുറച്ച് ദിവസം മുമ്പും ആ ദിവസം അതിന് ശേഷമൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്യാമോ, ഇതൊന്ന് ഷെയർ ചെയ്യാമോ എന്നെല്ലാം ചോദിച്ച് ഞാൻ റിക്വസ്റ്റ് ചെയ്തതായിരുന്നു. അപ്പോൾ എന്താണ് അഹാന പറഞ്ഞത്? അന്ന് പറഞ്ഞത് എന്താണ്? സെയിം റെസ്പോൺസ്. അതും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അല്ല, ഷെയർ ചെയ്യില്ല എന്ന് തന്നെ പറഞ്ഞു. സഹകരിക്കാൻ ബുദ്ധിമുട്ടാണ് എന്ന് തന്നെ ആ വാക്ക് തന്നെ ഉപയോഗിച്ചു. ഓൾമോസ്റ്റ് അത് തന്നെയാണ് ഉപയോഗിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം ചോദിച്ചിരുന്നു. എന്തുകൊണ്ടാണെന്ന് ഞാൻ ചോദിച്ചിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങൾക്ക് റീസൺ പറയാമെങ്കിൽ പറഞ്ഞാൽ മതി, ഇല്ലെങ്കിലും എനിക്ക് റീസൺ അറിയണമെന്നും എനിക്ക് നിർബന്ധമില്ല. ഇനിയിപ്പോൾ മനു ചെയ്തതോ അല്ലെങ്കിൽ മനു എന്തെങ്കിലും പറഞ്ഞതോ, ഇനി ആരെങ്കിലും ആ സെറ്റിൽ എന്തെങ്കിലും മോശമായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡയറക്റ്റ്ലി എന്തെങ്കിലും രീതിയിൽ ഞാനാണെങ്കിലും ആരാണെങ്കിലും എന്തെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്യുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ഞാൻ അന്ന് അപ്പോളജി ചെയ്താണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. പറ്റുമെങ്കിൽ നിങ്ങൾ വന്ന് സഹകരിക്കണം എന്ന് തന്നെ ഞാൻ അന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ?
എനിക്ക് ഉണ്ടായിട്ടുണ്ടാകാം മേ ബി. എനിക്കത് ഇൻഡെപ്ത് എനിക്ക് അറിയാനൊരു മാർഗ്ഗവും ഇല്ല. കാരണം അത് മനുവായിട്ട് ബേസിക്കലി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉള്ളത്. അപ്പോൾ ഞാനത് ഡിഗ് ചെയ്ത് പോവുക. കാരണം പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും രണ്ടായിട്ടാണ് മനു വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രൊഫഷണലി എന്താ നടക്കുന്നതെന്നുള്ളത് ഡിഗ് ചെയ്ത് പോവാറില്ല. അല്ല, ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അന്ന് ഒരു വർഷം മുമ്പ് ചോദിക്കുകയും ചെയ്തു. അന്നും ഇതേ റെസ്പോൺസ് തന്നെയാണ് അഹാനയുടെ ഭാഗത്തു നിന്നുണ്ടായെന്ന് പറയുമ്പോഴും പിന്നീട് അന്ന് ലൊക്കേഷനുള്ള ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് മേഡത്തിന് ബന്ധങ്ങളുണ്ടല്ലോ, ആർട്ടിസ്റ്റുകളുണ്ട് അവിടെ ഇല്ല, ഉണ്ടായിരുന്നില്ല. സത്യത്തിൽ എനിക്ക് ബാക്കിയുള്ളവരായിട്ടും ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ല. ഞാൻ ഇപ്പോൾ അജു ചേട്ടൻ മാത്രം, മനു മരിച്ചു കഴിഞ്ഞപ്പോൾ ആർട്ടിസ്റ്റ് എല്ലാവരും ഇങ്ങനെ കോണ്ടാക്ട് ചെയ്തിരുന്നു, നമ്പർ പലരുടെയും നിന്നും മേടിച്ചിട്ട്. അപ്പോൾ അവരുടെ വിഷമങ്ങളും ലൈക്ക് ഇങ്ങനെ കൂടെയുണ്ട് എന്തുണ്ടെങ്കിലും എന്നെല്ലാം പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത് അവർ പറഞ്ഞു. അപ്പോൾ ആ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്ന ആ ടൈം അതാണ്. അങ്ങനെയുള്ള ഒരു ബന്ധം മാത്രമേ എനിക്കുള്ളൂ. അതിൻ്റെ മുമ്പ് എനിക്ക് ഒരു ആക്ടേഴ്സുമായിട്ടും ലൈക്ക് ഒരു പരിചയമൊന്നും അങ്ങനെ ഇല്ല. ഞാൻ സെറ്റിലേ ഇല്ലാത്തയാളാണ്. അത് സെറ്റിൽ ആരോട് ചോദിച്ചാലും അല്ലെങ്കിൽ ആരുടെ അടുത്താണെങ്കിലും നോക്കിയാൽ എൻ്റെ ഫേസ് ആരും കണ്ടിട്ടുണ്ടാവണമെന്നില്ല സെറ്റിൽ. ഞാൻ അതൊന്നുമായിട്ട് അങ്ങനെ ലിങ്ക് ചെയ്ത് നിൽക്കുന്ന ഒരാളായിരുന്നില്ല. മനുവിൻ്റെ മരണശേഷം ഈ മൂവിക്ക് വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇതിനെല്ലാം ഇൻവോൾവ് ചെയ്തതാണ്. അതിനു മുമ്പ് ഒന്നിലും ഇൻവോൾവ് ആയിട്ടില്ല. ഒരു രീതിയിലും എൻ്റെ ഫേസ് എന്തായാലും ആർക്കും അറിയുന്നതായിരിക്കത്തില്ല. അന്ന് അഹാനയെ വിളിക്കാൻ പിന്നീട് അഹാനയുടെ അമ്മയായിട്ട് സംസാരിച്ചു എന്ന് പറയുന്നു. പിന്നീടല്ല, അത് അതിന് മുമ്പാണ് അമ്മയായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ അമ്മ എന്താണ് പറഞ്ഞത്? അമ്മ മുകളിലെടുത്ത് പറഞ്ഞോ, അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ വിളിക്കുക എന്തൊക്കെയാണ് ചെയ്തിരുന്നു? പറയാമെന്ന് പറഞ്ഞിരുന്നു. ലൈക്ക് ഏതോ ഒരു സ്കെഡ്യൂളിന് എന്തോ ഷൂട്ടിൻ്റെ എന്തോ ഡിലേഡോ എന്തോ ഇത് പറഞ്ഞപ്പോഴത്തേക്കും അതിന് അവർക്ക് എവിടെയോ യാത്ര ചെയ്യാനോ അങ്ങനെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് വരാമോ, മാക്സിമം ഒന്ന് നോക്കാൻ പറയാമോ, നമ്മളിതെല്ലാം സെറ്റ് ചെയ്തതാണെന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അവരത് പറയാമെന്നും പറഞ്ഞു ചോദിച്ചിട്ട്. അങ്ങനെ 1-2 വന്ന് എന്തൊക്കെയോ ടോക്ക് ഉണ്ടായിരുന്നു. അത് എനിക്ക് കംപ്ലീറ്റ് ആയിട്ടൊന്നും ഓർമ്മയില്ല. മനു ഉള്ളപ്പോഴാണ്. മനു ഇല്ലാത്തപ്പോ ഒരു പ്രാവശ്യം വിളിച്ചിട്ടുള്ളൂ അല്ലേ? ലൈക്ക് ഒരു പ്രാവശ്യം. പിന്നെ ഒരിക്കൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു നേരിട്ട്. അത് കോൺസിഡന്റ് ലൈക്ക് റാൻഡം ആയിട്ട് കണ്ടതായിരുന്നു ഒരിക്കൽ പുറത്ത് വെച്ചിട്ട്. അന്നും ഞാൻ മനു ഇല്ലായിരുന്നു, മനു മരിച്ചതിന് ശേഷമായിരുന്നു അത്. അപ്പം ഞാൻ ട്രിവാൻഡ്രത്ത് ഒരു ആവശ്യത്തിന് പോയപ്പോൾ അവിടെ വെച്ച് ഇങ്ങനെ റാൻഡം ആയിട്ട് കണ്ടതായിരുന്നു. അന്നും സംസാരിച്ചിരുന്നു. നേരിട്ട് സംസാരിച്ചിരുന്നതായിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്? നേരിട്ട് സംസാരിച്ചപ്പോഴും ഞാൻ അന്ന് അഹാന ഭയങ്കര സ്നേഹത്തോടു കൂടി ലൈക്ക് എന്താ മനു മരിച്ചതിൻ്റെ സങ്കടവും ഇതുമെല്ലാം ഒക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ പറഞ്ഞിരുന്നു സഹകരിക്കണം എല്ലാത്തിനും, നമ്മൾക്കിതെല്ലാം ചെയ്യേണ്ടതാണ്. അതെ, മനുവിന് വേണ്ടി സിനിമ ഇറക്കുന്നതാണ്, ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട് ഇതിൽ, അപ്പോൾ എന്തായാലും സഹകരിക്കണമെന്ന് പറഞ്ഞതായിരുന്നു. ബട്ട് അപ്പോഴും നമ്മൾക്ക് ആ ടോക്ക് വേണ്ട നൈന എന്നാ പറഞ്ഞിരുന്നത്. ഞാൻ പിന്നെ ഓക്കെ, അന്ന് എനിക്കും അത്രയും അങ്ങ് സംസാരിക്കാനായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഓക്കെ നമ്മൾക്ക് പിന്നീട് സംസാരിക്കാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. നേരിട്ട് കണ്ടപ്പോഴും അതേ രീതി തന്നെ, ഫോണിലും അതേ രീതി തന്നെ. അപ്പോൾ എവിടെ എന്തോ വലിയ പ്രശ്നമുള്ളതായിട്ട് വലുതാണോ ചെറുതാണോ എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ആളിങ്ങനെ പ്രതികരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇത്രയും പണം മുടക്കിയ ഒരു വ്യക്തി എന്ന നിലയിൽ മനുവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം സിനിമ പുറത്തിറങ്ങും, ആ സിനിമ ഇറക്കാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടുമ്പോൾ എന്തുകൊണ്ടൊരു പരാതിയായിട്ടൊക്കെ പോയിക്കൂടാ? ഈ പരാതിയായി പോയി പിന്നെ അതിന് ഈ പ്രശ്നങ്ങളും കോൺട്രവേഴ്സീസും നമ്മുടെ കാര്യങ്ങൾ അറിയിക്കണമല്ലോ. എനിക്കിങ്ങനെ ഒരു അനുഭവമുണ്ട്, ഞാൻ എൻ്റെ മനുവിന് വേണ്ടി ഒരു സിനിമ ഇറക്കാൻ പോകുന്നു, എന്നിട്ട് പോലും എൻ്റെ കൂടെ സഹകരിക്കുന്നില്ലാത്ത അതുണ്ടാകുന്ന ഒരു വേദന പെയിൻ വലുതാണ്. അത് അറിഞ്ഞ് തന്നെ എല്ലാവരും ചെയ്യേണ്ടത്. പരാതി പോലും പോണ്ട, അറിഞ്ഞ് സംഘടന നേരിട്ട് വരേണ്ടതാണ്. ഈ സംഘടനയൊക്കെ എന്തിനിരിക്കുന്നത് ഞാൻ സംഘടനേനെയോ അങ്ങനെ ഇതൊന്നും ബ്ലെയിം ചെയ്തോ ഇതും അങ്ങനെ ഒന്നുമില്ല. പിന്നെ മനുവിൻ്റെ ആഗ്രഹമാണ് ഇത് ഇറക്കുക എന്നുള്ളത് ശരിയാണ്. ഹെൽപ്പ് ചെയ്യാമെങ്കിൽ ഹെൽപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ വേണ്ട. എനിക്ക് അതിൻ്റെ പേരിലായിട്ട് ഒരു കംപ്ലൈൻറ്റോ ഒരു പ്രശ്നമോ അങ്ങനെ ഒന്നുമില്ല. കാരണം എനിക്ക് തോന്നുന്നു ആ ഇൻ്റർവ്യൂവിന് ഒരിക്കൽ അജു ചേട്ടൻ ഒരു ഡയലോഗ് അടിച്ചിരുന്നു, എന്താ നമ്മൾ വലിച്ചു കെട്ടി വെറുതെ വെച്ചിട്ട് അത് മുഴച്ചിരിക്കണ്ട എന്ന്. സത്യമാണ് അജു പറഞ്ഞത്. അതെ, അപ്പോൾ ഞാൻ അതിനോട് കംപ്ലീറ്റ് ആയിട്ട് യോജിക്കുന്നതാണ്. ചിലപ്പോൾ അഹാനയ്ക്ക് മേ ബി ഇതൊരു മൂവി മാത്രമായിരിക്കാം, പക്ഷേ എന്നെ സംബന്ധിച്ചിട്ട് പിന്നെ അതിനു വേണ്ടി ഇപ്പം ഇത്രയും കാലവും എൻ്റെ കൂടെ നിൽക്കുന്നവരെ സംബന്ധിച്ചിട്ടും ഇത് ജസ്റ്റ് ഒരു മൂവി മാത്രമല്ല. കാരണം അത് മനു ജീവൻ കൊടുത്ത ഒരു സംഭവമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ വന്നാലും അത് പുറത്തിറങ്ങും. അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും മാക്സിമം ഹാർഡ് വർക്ക് ചെയ്യുന്നു എന്ന് തന്നെ പറയാം. അപ്പം അതെങ്ങനെ വന്നാലും പുറത്തിറങ്ങും. പിന്നെ അത് സക്സസ് ആവുമോ അല്ലെങ്കിൽ പരാജയമാവോ ഇതൊന്നും എനിക്ക് മാറ്റർ അല്ല. എന്നെ സംബന്ധിച്ചിട്ട് മനുവിൻ്റെ പേര് ബിഗ് സ്ക്രീനിൽ തെളിഞ്ഞു വരണം. ജനങ്ങളിൽ കുറച്ച് പേരെങ്കിലും അത് കാണണം. അതൊക്കെയാണ് മനുവിൻ്റെ ആഗ്രഹമുള്ളത്. നല്ലതാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ സന്തോഷം അവരത് ഏറ്റെടുക്കുകയാണെങ്കിൽ. ഇല്ലെങ്കിലും ആരെയും ബ്ലെയിം ചെയ്യാനോ ഒന്നിനും ഉള്ളതല്ല അത്. ജസ്റ്റ് ആ ആഗ്രഹം അത് എനിക്ക് സഫലീകരിക്കുക, അതാണ് എൻ്റെ മേ ബി അതായിരിക്കാം എൻ്റെ ലൈഫിൽ എനിക്ക് മേ ബി ഉള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്. അതായിരിക്കും മൊത്തം നമുക്കൊരു സപ്പോർട്ട്. ഇപ്പോൾ ആരാണ് സപ്പോർട്ട്? എൻ്റെ പേരൻസ്
എനിക്ക് പൂർണ്ണ സപ്പോർട്ടാണ്. എൻ്റെ പപ്പയും മമ്മിയുമാണ് എനിക്കിപ്പോൾ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ മനുവിൻ്റെ ചീഫ് അസോസിയേറ്റ്സ് ഉണ്ട്. ഇവരില്ലെങ്കിൽ സത്യം പറഞ്ഞപ്പോൾ ഈ മൂവി ഇല്ല. പിന്നെ അതിനൊപ്പം തന്നെ ബാക്കി 2 പ്രൊഡ്യൂസേഴ്സ് ഉണ്ട്, അവരും എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത് നിൽക്കണു. പിന്നെ ഇപ്പോൾ ശ്രീലാൽ ചേട്ടൻ അന്ന് അവിടെ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ മാക്സിമം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഡിസ്ട്രിബ്യൂഷൻ്റെ കാര്യങ്ങൾക്കും ഇതുമൊക്കെ ആയിട്ട്. പിന്നെ ഒരുപാട് പേര് ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ, ഈ മൂവിയിൽ അഭിനയിച്ചവരും ഒക്കെ തന്നെ. മല്ലിക മാം, പൃഥ്വിരാജിൻ്റെ അമ്മ മല്ലിക മാം ഭയങ്കര സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. അജു ചേട്ടൻ, ഇവരെല്ലാവരും, അനീഷ് ജി മേനോൻ, അനീഷ് ചേട്ടൻ, എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഈ മമ്മൂക്കായ നമ്മൾ വിട്ടുപിരിഞ്ഞു അതെ അല്ലേ? അദ്ദേഹം മരണപ്പെട്ടു പോയി. അല്ലെങ്കിൽ അദ്ദേഹമൊക്കെ ഈ കാര്യത്തിലൊക്കെ പ്രതികരിക്കുന്ന വ്യക്തികളായിരുന്നു ഇവരെല്ലാവരും. മല്ലിക ചേച്ചിയൊക്കെ കൂടെ നിൽക്കും, അതൊരു സംശയമില്ല. മല്ലിക ചേച്ചിയൊക്കെ ഒത്തിരി അനുഭവിച്ചും കാര്യങ്ങളും ബോധ്യപ്പെട്ടു വന്ന മേഡം തന്നെയാണ്. മല്ലിക ചേച്ചിയൊക്കെ എന്തായാലും കൂടെ. സ്ത്രീയുടെ കണ്ണീരിന് വലിയ വിലയുള്ള കാലഘട്ടമാണ് ഇത്, പണ്ടും ഇന്നും അതെ. പക്ഷെ ഇത്രയും പെയിൻ ഉണ്ടായിട്ടും ഈ സിനിമ ഇറക്കാൻ പോകുന്ന സമയത്ത് പോലും ഇവരൊന്നും സഹകരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് മനുഷ്യത്വമാണുള്ളത്? ഇല്ല, അവർ സഹകരിക്കുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. ഇവർക്ക് തിരക്കുകൾ ഉള്ളതുകൊണ്ട് മാത്രം. ഇവരെല്ലാം പറഞ്ഞു, ഞാൻ ഹാനയെ ഉദ്ദേശിച്ചു. ഇവരുടെ തിരക്കുകൾ മനസ്സിലായി. ഹാനയൊക്കെ ഇവരെങ്കിലും വിളിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്. എന്തൊരു മനുഷ്യത്വമാണ് ഇവർക്കൊക്കെ ഉള്ളതെന്നാണ് ചിന്തിക്കുന്നത് ഈ സിനിമാ മേഖലയിൽ. ഇനിയൊരു സിനിമയായിട്ട് മുന്നോട്ട് വരുമോ ജീവിതത്തിൽ? എനിക്കറിയത്തില്ല, ഞാൻ അതിനെക്കുറിച്ച് ഇപ്പം ചിന്തിക്കുന്നില്ല. എൻ്റെ ആകെ ഫോക്കസ് ഈ മൂവി മാത്രമാണ്. പിന്നെ എന്തെങ്കിലും അറിയത്തില്ല, ഗോഡ്സ് ഗ്രേസ്, എനിക്കറിയത്തില്ല. മനു അവസാനമായിട്ട് എന്താണ് പറഞ്ഞത്? അവസാനമായിട്ട് മനുവിൻ്റെ ആഗ്രഹം ഈ മൂവിയാണ്. എന്ത് വന്നാലും ഇത് പുറത്തിറങ്ങുക എന്നുള്ളത് തന്നെ. മൂവി മാത്രമായിരുന്നു മനുവിൻ്റെ കഴിഞ്ഞ 5 ഞങ്ങൾ ലൈഫിൽ 2018 ഞങ്ങളുടെ കല്യാണം. ആ 5 വർഷത്തെ ജീവിതത്തിൽ മനു ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ള വാക്ക് സിനിമ 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 എന്ന് മാത്രമാണ്. സിനിമയായിരുന്നു മനുവിൻ്റെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മനുവായിട്ട് തന്നെയാണ് ഈ മറ്റ് പ്രൊഡ്യൂസർമാരൊക്കെ കണ്ടെത്തിയത്? അതെ, അവരൊക്കെ US ബേസ്ഡ് ആയിട്ടുള്ളവർ തന്നെയാണ്. മനുവായിട്ട് തന്നെ. മനുവും മനുവിൻ്റെ ഫാമിലിയും US-ലായിരുന്നു. അങ്ങനെ കണക്ട് ചെയ്തതായിരുന്നു എല്ലാവരും. മനുവായിട്ട് തന്നെ കണ്ടെത്തിയതാണ് എല്ലാവരെയും. അല്ല, പറയുന്നു മനുവിടെ സ്വപ്നം ഇത് 2012 വിവാഹം കഴിയുന്നു, 2020 സിനിമ തുടങ്ങുന്നു, 25 റിലീസിലേക്ക് വരുന്നു. എത്ര വർഷമാണല്ലേ? അതെ, എൻ്റെ ലൈഫ് 7 വർഷം. അതെ, 7 വർഷം. അപ്പോൾ മനു എത്ര വർഷം മുമ്പ് തുടങ്ങിയതായിരിക്കും? മനു ചെറുപ്പത്തിൽ ഒരു ബാലതാരമായിട്ട് ഐ എം ക്യൂരിയസ് എന്ന് പറഞ്ഞിട്ട് ഒരു മൂവിയിലുണ്ടായിരുന്നു. ഏത് സിനിമയാണ്? ഐ എം ക്യൂരിയസ്. അതിന് എന്തൊക്കെയോ അവാർഡ് കിട്ടിയിരുന്നു. ഏതാണ്? മനുവിന്. അപ്പോൾ ആ മൂവിയിലുണ്ടായിരുന്നു. പിന്നെ അത് മനു ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമുള്ളതായിരുന്നു. പിന്നെ തെലുങ്ക് മൂവീസിലും ഒക്കെ അസോസിയേറ്റ് ചെയ്തും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ചെറുപ്പം മുതലുള്ള ആഗ്രഹമാണ്, വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് ഈ നാൻസി റാണി ഈ സ്റ്റേജിൽ വരെ നിൽക്കാനുള്ള കാരണം. ഈ മനുവിൻ്റെ പേരൻസ്? മനുവിൻ്റെ പേരൻസ് US-ലാണ്. അവർ എങ്ങനെയാണ് ഈ വിഷയങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ? അവർക്ക് മനുവാണ് അവരുടെ മൂത്ത മകൻ. പൂർണ്ണ സപ്പോർട്ടായിട്ട് തന്നെ നിൽപ്പുണ്ട് എന്തുണ്ടെങ്കിലും. കാരണം അവരുടെയും ആഗ്രഹമാണ് അവരുടെ മകൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അതും ഇത്രയും വർഷങ്ങൾ. ഞാൻ 2018 കല്യാണം മുതലാണ് ഞാനും 1991 മനു ജനിക്കുന്നത്. അപ്പോൾ ആ കാലം, അത് കഴിഞ്ഞിട്ട് മനുവിന് ഓർമ്മ വെച്ച കാലം മുതൽ മനു സിനിമ 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 എന്ന് പറയുന്നതാണ്. ഇഷ്ടമുള്ളതാണ്, അഭിനയിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്, സംവിധാനം ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അതെല്ലാം ആ കുടുംബം ചെറുപ്പം മുതലേ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അവർക്കിത് എത്രത്തോളം ആഗ്രഹമുള്ളതായിരിക്കും. അവരും ഇതിനു വേണ്ടി തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇത്രയും വേദനകൾ മനസ്സിൽ വെച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെ പ്രസന്റ് ആയിട്ടിരിക്കാൻ തോന്നുന്നത്? എങ്ങനെ കഴിയുന്നു മേഡത്തിന്? എനിക്കറിയത്തില്ല. മനുവിൻ്റെ ധൈര്യമായിരിക്കാം മേ ബി. പിന്നെ ഞാൻ ഒരുപാട് ഫേസസ് ഇപ്പോൾ ഫേസ് ചെയ്ത് വന്നിരിക്കുന്ന സ്ട്രഗിൾസ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും. കാരണം എനിക്ക് 29 വയസ്സുള്ളപ്പോഴാണ് മനു മരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ 31, 2 ഇയേഴ്സ്. അപ്പോൾ ആ 29 വയസ്സിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് മിക്കവരും ഫേസ് ചെയ്യുന്ന ആ സ്റ്റേജിനപ്പുറം ഞാൻ ഫേസ് ചെയ്തേക്കുന്നത്. അതും ഇപ്പോൾ സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും കോവിഡ് വന്നതും അപ്പോൾ ആ സമയത്തുള്ള മനുവിൻ്റെ സ്ട്രഗിളും ഇതും എല്ലാം കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഇതെല്ലാം ഫേസ് ചെയ്ത് വരുമ്പോൾ എന്തും നമ്മൾക്ക് എന്താ പറയുക ഓവർകം ചെയ്യാൻ പറ്റും, നമ്മൾക്ക് ഫേസ് ചെയ്ത് മുന്നോട്ട് ഇനിയും പോകാൻ പറ്റും എന്നുള്ള ധൈര്യം എനിക്ക് എൻ്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ടായിരിക്കാം മേ ബി. ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച മുഹൂർത്തമായിരുന്നു ആ സമയം, മനുവിൻ്റെ നഷ്ടം. ആ നഷ്ടം നികത്തി ഇവിടം വരെ എത്തുമ്പോൾ ഈ പറയുന്ന എല്ലാം കവർ ചെയ്ത് തന്നെയാണ് പോകുന്നത്. അതിനൊരു മാറ്റമില്ല. പക്ഷേ എങ്കിലും ആ ഒരു ധൈര്യമുണ്ടല്ലോ. ഇനിയും എനിക്ക് മുന്നോട്ടുള്ള യാത്ര, മനുവിൻ്റെ പേരിലൊരു സിനിമ, ആ മുന്നോട്ടുള്ള യാത്ര വലിയൊരു യാത്രയാണ് കേട്ടോ. എത്ര വേദനകൾ ഉള്ളിൽ ഒതുക്കിയാണ് പോകുന്നത്. കുട്ടി കരയാറുണ്ടോ? കരഞ്ഞിട്ടുണ്ട്. മനു മരിച്ച സമയത്ത് ആക്ച്വലി ഒരു 3 മാസത്തോളം എനിക്ക് കരച്ചിലൊന്നും വരുന്നില്ലായിരുന്നു. മേ ബി ഷോക്കായിരിക്കാം.
അതെല്ലാം കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെയാണ് ഞാൻ ഓക്കെ ആയി വന്നത്. അപ്പോഴും എൻ്റെ മനസ്സിലാകെ ഉണ്ടായിരുന്നത് ഈ സംഭവം മാത്രമായിരുന്നു. ഇതെങ്ങനെ, കാരണം എനിക്കൊന്നും അറിയത്തില്ല, ഒരു ബിഗ് സീറോ ആയിരുന്നു ഞാൻ. ഇപ്പോഴും ആണ്, ബട്ട് ഒന്നും അറിയുന്നതായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് ഓരോന്ന് പഠിച്ച് ഇതൊക്കെ ഇതെങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് പുറത്ത് വരാമെന്നുള്ള ആ ഒരു ഇതിലായിരുന്നു അതിൽ നിന്നെല്ലാം പതുക്കെ ഞാൻ കരകയറി വന്നത്. 3 മാസം അല്ലേ സൈലന്റ് ആയിപ്പോയി? അത്യാവശ്യം നല്ല സൈലന്റ് തന്നെയായിരുന്നു. ഞാൻ ആകെ എൻ്റെ പപ്പയുടെയും മമ്മിയുടെയും അടുത്ത് സംസാരിക്കും, അനിയത്തിയുണ്ട് അവളുടെ അടുത്തും, അങ്ങനെ വളരെ ഇതായിട്ട് മാത്രമൊക്കെ, അല്ലാതെ പുറത്തേക്ക് ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലാതെ, പ്രത്യേകിച്ച് ഒന്നിനും ഒരു താല്പര്യം ആദ്യം അങ്ങനെ തോന്നുന്നില്ലായിരുന്നു. മെയിൻ റീസൺ എനിക്ക് സങ്കടമുണ്ട്, പക്ഷെ എനിക്ക് കരയാൻ പറ്റുന്നില്ല. അപ്പോൾ അവരെല്ലാം കരയെന്ന് പറയും, പക്ഷെ എനിക്ക് കരയാൻ പറ്റുന്നില്ല. പിന്നെ അത് ഞാൻ കൗൺസിലിങ്, ജയശ്രീ മാം ഒരു കൗൺസിലിങ്ങും ഇതുമൊക്കെ ഇങ്ങനെ എടുത്ത് പുള്ളിക്കാരത്തി ഇങ്ങനെ സാരമില്ല എല്ലാം ഓക്കെ ആണെന്നെല്ലാം പറഞ്ഞാണ് ഞാൻ ഓക്കെ ശരിയാണ്, ഇതിലൊന്നും ലൈഫ് നിന്ന് പോകേണ്ടതല്ല, ഇതിന് വേണ്ടിയിട്ട് നോക്കി, ഇന്ന പോയിന്റ്സ് ഇങ്ങനെ നോക്ക്, അപ്പം ലൈഫ് നീ വിചാരിക്കുന്ന പോലെ ആകും എന്നെല്ലാം പറഞ്ഞാണ് ഞാനതൊന്ന് ബെറ്ററായിട്ട് ഓക്കെ ആയിട്ട് വന്നത്. അപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി പവർ വരും. അതായിരിക്കാം മേ ബി. നമ്മളൊന്ന് വീണ് കിടക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ഈ സമയങ്ങൾക്ക് വീണ് കിടക്കുമ്പോൾ നമുക്കൊരു കൈ പിടിച്ച് ഉയർത്താൻ ദൈവത്തിനെ പോലെ ഒരാളുണ്ടാവും എപ്പോഴും. അങ്ങനെ ഒരാൾ പേര് പറയാൻ പറഞ്ഞാൽ, പേരൻസ് മാറ്റി നിർത്തിയ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ആരുടെ പേര് പറയാൻ പറ്റും? അങ്ങനെ ഞാൻ പേരൻസിൻ്റെ പേര് മാറ്റി നിർത്തി വേറൊരാളുടെ പേര് പ്രത്യേകിച്ച് പറയാനെന്നും പറഞ്ഞ് എനിക്കില്ല. അത് ഞാൻ തന്നെയാണ് എനിക്ക് ഞാൻ തന്നെയാണ് എന്നെ ഇൻസ്പയർ ചെയ്യുന്നത്, വേറെ ആരും ഞാൻ പറയത്തില്ല. കാരണം എൻ്റെ ആവശ്യമാണിത്, എൻ്റെ ഗോളാണിത്. അപ്പം ഞാൻ തന്നെയാണ്, ഞാനല്ലാതെ ഇതിന് വേറെ ആരും മുന്നിട്ടിറങ്ങാനില്ല എന്നൊരു തോട്ട് എനിക്ക് വന്നു. പിന്നെ ഞാൻ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. എല്ലാം തട്ടി മാറ്റി പകഞ്ഞ് മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അതെ അല്ലേ? തീർച്ചയായിട്ടും അതെ. ഒത്തിരി തടസ്സങ്ങളുള്ളപ്പോഴും തടസ്സങ്ങൾ ഉണ്ട്, അതെല്ലാം നമ്മൾ ഫേസ് ചെയ്യണം, മുന്നോട്ട് പോകും. ഇനി റിലീസ് വരെ ഒരു സ്വസ്ഥതയില്ല, ഉറക്കമില്ലായ്മ ഒക്കെ അനുഭവിക്കൂലേ? തീർച്ചയായിട്ടും ഉണ്ട്. റിലീസ് വരെയും തീർച്ചയായിട്ടും ഉറക്കമില്ലായ്മയുണ്ട്. അതിപ്പോൾ ഇത്രയും കാലം എന്ത് ഫേസ് ചെയ്തു അത് തന്നെ ഇപ്പോഴും ഫേസ് ചെയ്യുന്നു, പ്രശ്നമുള്ളതല്ല. അവിടെയൊക്കെ ജീവിതത്തിൽ പേരൻസ് ഇപ്പം അനുഭവിക്കുന്നുണ്ടാവും നമ്മളെ ഓർത്ത്. തീർച്ചയായിട്ടും ഉണ്ട്. നമ്മുടെ അടുത്ത ഫ്രണ്ട്സ് അനുഭവിക്കുന്നുണ്ടായിരിക്കും. ഉണ്ട് അല്ലേ? ഈ സിനിമയിൽ നമ്മളോട് ചേർന്ന് നിന്നവർ എല്ലാവർക്കും ഉണ്ട്. എന്താകും അല്ലേ? ഇനി അവരുടെ മുന്നിലുള്ള സിനിമയ്ക്ക് അപ്പുറത്തേക്ക് മേഡത്തിൻ്റെ ഒരു അവസ്ഥയാണ് അവർ ചിന്തിക്കുന്നത്. മേഡത്തിൻ്റെ യാത്ര എങ്ങനെയാണ് അല്ലേ? അതെ, ഡിസൈഡ് ചെയ്തിട്ടില്ല. അത് വരുന്നത് പോലെ കാണാം എന്നുള്ളൊരു തോട്ട് മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ഒന്നും നമ്മുടെ ലൈഫിൽ എന്ത് പ്ലാൻ ചെയ്താലും ആ പ്ലാൻ ചെയ്യുന്ന പോലെ ഒരിക്കലും ലൈഫ് മുന്നോട്ട് പോവില്ല. അത് ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ നിന്ന് മനസ്സിലാക്കി. സിനിമ ജീവിതത്തിനുള്ളിൽ മനുവായിട്ട് പരിചയപ്പെട്ടിട്ട് സിനിമയായിട്ട് മനു പോകുന്നു. മനു സിനിമ തന്നെയാണ്. മനു പറഞ്ഞ ഒരു സിനിമയെ ബന്ധപ്പെട്ട് മനു പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയിൽ നിൽപ്പുണ്ടോ? സിനിമ ഇങ്ങനെയാണ് മോളെ, അല്ലെ ഇതാണ് സിനിമ, അങ്ങനെ പറഞ്ഞ എന്തെങ്കിലും ഓർമ്മയിലുണ്ടോ? പോസിറ്റീവ്സും നെഗറ്റീവ്സും എല്ലാം പറയുന്നതൊക്കെ തന്നെയാണ്. പിന്നെ അതെല്ലാം ആ മൊമെൻറ്റിൽ കേട്ട് അങ്ങ് കളയുന്നു. കാരണം ഞാൻ അത് ഉള്ളിലേക്ക് എടുക്കേണ്ട ആവശ്യം എനിക്ക് ആ സമയത്ത് വരുന്നതല്ലായിരുന്നു. പിന്നെ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഇൻഡസ്ട്രി ഇങ്ങനെയാണ്, സൂക്ഷിക്കണം, ചിലവരുണ്ട് നല്ലത്, ചിലവരുണ്ട് നമ്മൾക്ക് അറിയത്തില്ല എങ്ങനെയായിരിക്കും, അതെല്ലാം കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് മാത്രം പോവുക എന്നുള്ളത് മനസ്സിലേക്ക് വന്നു. അതനുസരിച്ചിട്ട് മാത്രം ഇപ്പോഴും നിൽക്കണം. അല്ലാതെ എക്സാക്റ്റ് ഒരു പോയിന്റ് മനു പറഞ്ഞത് വിചാരിച്ച് അങ്ങ് ആ ട്രാക്കിൽ അങ്ങനെ പോകുന്നില്ല. കാരണം എല്ലാം ഇൻക്ലൂഡഡ് ആണ് ഇതിലെന്ന് അറിയാവുന്നത് കൊണ്ട്. ഈ മനുവിൻ്റെ മരണം പെട്ടെന്നായിരുന്നല്ലോ. അതെ, പെട്ടെന്നുണ്ടാകുന്ന ഒരു സംഭവമാണല്ലോ അത്. ലൊക്കേഷനൊക്കെ വന്ന് പടത്തിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മരണം ഉണ്ടാകുന്നത്. അവിടെ വെച്ച് ഈ സിനിമ അടഞ്ഞു പോവുകയാണ് അല്ലേ? സിനിമയ്ക്ക് ലോക്ക് വീഴുകയാണ്. ഒരിക്കലും ഈ സിനിമ പുറത്തേക്ക് ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല. അവിടെ തീർന്നു. അങ്ങനെ ചരിത്രവും സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. ചില ആളുകളുടെ മരണത്തോടു കൂടി സിനിമ ഇല്ലാതാവുന്നു. പക്ഷേ അവിടെ നിന്നാണ് ഇത് ഉദിച്ചുയരുകയാണ് വീണ്ടും. രണ്ടാം ജന്മം പോലെയാണ് ഈ സിനിമ ഇപ്പോൾ വരുന്നത്. ഈ ഝാൻസി റാണി രണ്ടാം ജന്മമാണ് കൊടുക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന ഏത് തട്ടുകേടുണ്ടായാലും കൂടെ ഉണ്ടാവും ഞാൻ. സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങളെ ഗ്രൂപ്പ് കൂടെ ഉണ്ടാവും. സന്തോഷം. ഉറപ്പേ എനിക്കിപ്പോൾ തരാൻ പറ്റുള്ളൂ. സന്തോഷം. പക്ഷെ അങ്ങനെയാണ് വേണ്ടത്. ഇത്രയും വേദന ഉള്ളിൽ ഒതുക്കിയിരിക്കുമ്പോൾ എൻ്റെ മുമ്പിൽ എനിക്കൊന്നും പറയാനുമില്ല, എനിക്ക് ചോദിക്കാനില്ലാത്ത അവസ്ഥയാണ്. ആ ഒരു ധൈര്യം, ആ മനക്കെട്ടി എന്ന് പറയും പഴയ കാരണന്മാർ, മനക്കെട്ടി അതിപ്പോൾ നന്നായിട്ടുണ്ട്. എന്തും ഫേസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം. ഈ ചെറിയ പ്രായത്തിൽ അനുഭവിക്കാവുന്ന അപ്പുറത്തേക്ക് അനുഭവിച്ചു. അതെ, ഇനി ഒന്നും അനുഭവിക്കാനില്ല, ഒരു പരിധി വരെ ഇല്ല. അതുകൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റും. എന്തുണ്ടെങ്കിലും ഫേസ് ചെയ്ത് മുന്നോട്ട് തന്നെ പോകും. ഫ്രണ്ട്സുകൾക്കൊക്കെ എങ്ങനെയാണ്?
ഫ്രണ്ട് സർക്കിളുണ്ട് എല്ലാവരും. നല്ല എനിക്ക് വേണ്ടി തന്നെ എൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന നല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഒരു അഭിനയമെന്ന ആഗ്രഹമൊന്നും ഇല്ലല്ലോ? ഒരിക്കലും ഇല്ല. സിനിമയുള്ള ആഗ്രഹമില്ലായിരുന്നു, സിനിമ സിനിമ കാണുമായിരുന്നു. കാണാൻ ഭയങ്കര ഇഷ്ടമാണ്, അതല്ലാതെ മനുവിന് സിനിമ കമ്പ് എങ്ങനെയാണ് കയറിയെന്ന് ചോദിച്ചിട്ടുണ്ട് മനുവിന്റെ അടുത്ത്? ചെറുപ്പം മുതലേ ഉള്ളതാണ്. ഈ അഭിനയം വന്നപ്പോ തൊട്ട് പിന്നീട് സിനിമയിലേക്ക് തന്നെ അങ്ങ് പോയി. പിന്നീട് സിനിമ തന്നെയാണ് മനുവിന്റെ കുടുംബവും മൊത്തം മനുവിന് ഒരു സപ്പോർട്ടുമായിരുന്നു. സപ്പോർട്ട് ചെയ്തിരുന്നു. അല്ലേ? അതെ. പിന്നെ സിനിമയിൽ നിന്ന് മനു മാറിയിട്ടില്ല. ഇല്ല, പിന്നെ സിനിമയിൽ നിന്ന് മനു മാറിയിട്ടില്ല. മനു കല്യാണത്തിന് മുമ്പ് എന്നോട് സംസാരിച്ചിരുന്നു, മൂവി താല്പര്യമുള്ളതാണ്, ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ പറയണം എന്ന്. ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾക്ക് ഒരാൾക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് അറിയുമ്പോൾ അത് ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നോക്കിയോ കുഴപ്പമില്ല, അതിന് കൈ പൊള്ളിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ പറയും കേട്ടോ പോവണ്ട എന്നൊന്ന്. അപ്പം അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നിന്നതാണ്. കൈ പൊള്ളുകയല്ല ചെയ്തത് അവിടെ, അല്ലേ? അതെ. മൊത്തത്തിൽ മനു നമ്മളെ വിട്ടു പോയത്. മനുവിൻ്റെ കൈ പൊള്ളിയിട്ടില്ല ഇതുവരെ. മനുവിൻ്റെ കൈ പൊള്ളത്തുമില്ല. മനു എല്ലാം ഈ നമുക്കൊരു ദൈവവിളി പോലെ ഉണ്ട്, മുകളിൽ നിന്ന് കാണുന്നു എന്ന് വിശ്വാസത്തിലുള്ളവരാണ് നമ്മളെല്ലാവരും. മനു ഇതെല്ലാം കാണുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതാണല്ലോ നമ്മുടെയൊക്കെ വിശ്വാസം പറയുന്നത്. അപ്പം മനു കൂടെ ഉണ്ട്. ആ മനുവിടെ കൂടെയുള്ള യാത്രയാണ്. ഇടവും വലവും മനുവുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും സ്ട്രൈറ്റ് ആയിട്ട് പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല ഞാൻ. ഇല്ല, ഇല്ലെങ്കിൽ സിനിമ എനിക്കിപ്പോൾ ഈ ലെവൽ വരെ ആണെങ്കിലും എത്താൻ പറ്റണമെന്നുമില്ല. തീർച്ചയായിട്ടും മനു അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. മനു എവിടേക്കോ പ്രാർത്ഥിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ലെവലിൽ അറ്റ്ലീസ്റ്റ് ഇവിടം വരെയെങ്കിലും എത്തിയത്. എന്തായാലും ഇത്തരം ആളുകൾ ഈ സിനിമാ മേഖലയിലുണ്ട്. സഹകരിക്കാത്തവരും സഹകരിക്കുന്നവരും. മനു പറഞ്ഞ പോലെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അത് ഈ ചെവിയിൽ കയറ്റി ഈ ചെവിയിലെ കളഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞാൻ തോന്നുന്നു. അങ്ങനെ വിശ്വസിച്ച് യാത്ര തുടരുക. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഏപ്രിൽ വരെ നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ നിങ്ങളുടെ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അടുത്ത് പറഞ്ഞില്ല, നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാമെന്ന് ഞങ്ങൾ ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാവുന്ന ആളാണ് അദ്ദേഹം. നമ്മളുമായിട്ട് എല്ലാ ദിവസവും സംസാരിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം നോക്കുന്നുണ്ട്. ഞങ്ങളുടെ ഈ സിനിമയുടെ പേര് നിങ്ങളുടെ കിരീടമാണ്, അൻസി റാണി എന്ന് പറഞ്ഞാൽ. അതിനൊരു മാറ്റമില്ല. അഹങ്കാരികൾ എന്നും അഹങ്കാരികളായിട്ടിരിക്കും. ആരായാലും അവർക്കൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നത് തെറ്റാണ്. നിങ്ങളുടെ കൂടെ മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും ഉണ്ടാവും. മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന മനുവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുവിൻ്റെ സിനിമയായിട്ട് ബിഗ് സ്ക്രീനിൽ എഴുതി വരുമ്പം എഴുന്നേറ്റ് നിന്ന് ആരവത്തോടി കൈയടിക്കാൻ വലിയൊരു സന്നാഹം തന്നെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു.